അത് അതങ്ങനെയെന്ന് വെച്ചാൽ അത് ACCയുടെ കൂടെ തീരുമാനമാണ്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളോട് എപ്പോഴും നിർബന്ധമായിട്ട് പറയാറുള്ളത്, ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്കും സംഘടനാപരമായും തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകണം, 50% വേണം എന്ന് പറയാറുള്ളത്. അത് നടപ്പാക്കേണ്ട ചുമതലയാണ് ഞങ്ങളെ പോലുള്ളവർക്ക്. അത് ഞങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പഴയ തലമുറയോട് എല്ലാവരോടും മാറിയിരിക്കാനല്ലല്ലോ പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞങ്ങളൊക്കെ അങ്ങനെ കയറി വന്ന ആളല്ലേ. ഇനി ഞങ്ങളുടെ പുറകെ വരേണ്ടവരാരും വരണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൂടി, ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി ആഗ്രഹമാണ്. ആ ആഗ്രഹം ഒരു പാർട്ടിയെ സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. തീർച്ചയായും അവരെയൊന്നും മാറ്റി നിർത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് കൂടുതൽ ചെറുപ്പക്കാരെയും സ്ത്രീകളെയും കൊണ്ടുവരുമെന്ന്. അവിടെ പ്രായമുള്ളവരെല്ലാം ഇനി പിരിഞ്ഞു പോയിക്കൊള്ളാം എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. മാറ്റം ഉണ്ടാവും. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ അങ്ങനെ തന്നെയാണ്. കമ്മിറ്റികളൊക്കെ അങ്ങനെ വേണമെന്ന് AICCയുടെ തീരുമാനമുണ്ട്. സംഘടനാപരമായി അങ്ങനെ ചെയ്യാൻ പാടും. അതുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പാർട്ടി വിട്ടൊന്നും പോയില്ലല്ലോ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ ഉപദേശങ്ങളും അവരുടെ സഹായവും അവരിൽ മത്സരിക്കാൻ പറ്റാവുന്നവരും മത്സരിക്കുകയൊക്കെ ചെയ്യും. അവരെ ആരും ഒഴിവാക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.